നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം തീരദേശത്തെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഉജ്ജ്വല സ്വീകരണം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനം വിവിധ സംഘടനകളും സ്കൂളുകളും വിപുലമായി ആഘോഷിച്ചു. താന്യം പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും നടത്തി. വാർത്തകൾ വിശദമായി. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആദ്യമായി നാട്ടികയിലെത്തിയ കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിക്ക് BJP മണ്ഡലം കമ്മിറ്റി വരവേൽപ്പ് നൽകി. പഞ്ചവാദ്യത്തിന്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ മഹിളാ മോർച്ച പ്രവർത്തകർ ആരതിയൊഴിഞ്ഞാണ് മന്ത്രിയെ സ്വീകരണവേദിയായ നാട്ടിക SN ഹാളിലേക്ക് ആനയിച്ചത്. മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ SC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ബാബു, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, BJP ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് KR ഹരി, ജസ്റ്റിൻ ജേക്കബ്, അതുല്യ ഘോഷ്, നേതാക്കളായ ലോചനൻ അമ്പാട്ട്, പൂർണിമ സുരേഷ്, സർജു തൊയ്ക്കാവ്, ഷൈൻ നെടിയിരുപ്പിൽ, AK ചന്ദ്രശേഖരൻ, ജോഷി ബ്ലാങ്ങാട്ട്, ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത്, അക്ഷയ് കൃഷ്ണ, സുബീഷ് കൊന്നക്കൽ എന്നിവർ സംസാരിച്ചു. സുരേഷ് ഗോപിക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ പ്രചരണ ഗാനം പാടിയ നാട്ടിക സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി സുൽഫത്തിനെ മന്ത്രി ആദരിച്ചു. ഇരുമുന്നണികളുടെയും ദുഷ്പ്രചരണങ്ങളെ തള്ളിക്കളഞ്ഞ് തന്നെ തിരഞ്ഞെടുത്ത തൃശൂരിലെ ജനത കേരളത്തിന്റെ പെരുമ ഡൽഹിയിലെത്തിച്ചെന്നും അതിന് നന്ദിയായി തൃശൂരിന്റെ വികസന പ്രവർത്തനങ്ങളിലും സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളിലും ഒരു ജനപ്രതിനിധി എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും പരമാവധി ഇടപെടുമെന്ന് സുരേഷ് ഗോപി ഉറപ്പു നൽകി. വിവിധ സാമുദായിക സാമൂഹ്യ സംഘടനകളും തൃപ്രയാർ നാട്ടിക മർച്ചന്റ് അസോസിയേഷൻ പ്രതിനിധികളും സുരേഷ് ഗോപിയെ സ്വീകരിച്ചു. അവരുടെ പ്രതികാരമാണ് ഈ 20-1 എന്ന് പറയുന്ന വിജയത്തിലൂടെ ആ വ്യാകുലതയും വേദനയ്ക്കും ആധാരമായ വിഷയങ്ങളൊക്കെ ശമിപ്പിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മളിതൊരു പുഷ്പവനമാക്കി തീർത്തേ മതിയാവും. അതിനുവേണ്ടി 2026 അതിന് മുമ്പ് അത് സംഭവിക്കുമെങ്കിൽ വളരെ നല്ലത്. പക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. കൃത്യമായി ജനാധിപത്യ മര്യാദകൾ അനുസരിച്ച് 26 അത് സംഭവിച്ചാൽ 25 അതിന് മുമ്പ് ഒരു സെമി ഫൈനലാണ്. അതിലാണ് നമ്മുടെ വിജയത്തിന്റെ തുടക്കം നമ്മൾ കുറിക്കുന്നത്. നമുക്ക് ലഭിച്ച പുതുവസന്തം വിപുലീകരിക്കാനുള്ള അവസരമാണ്. അതും സംഭവിക്കണം. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നുകൊണ്ട് നമുക്കൊന്ന് ആ ബാണം തൊടുത്തുവിടാൻ സാധിച്ചുവെങ്കിൽ, അത് പുഷ്പബാണമായിരുന്നെങ്കിൽ നമുക്കൊരു പൂവനം കേരളത്തിൽ വേണം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനം എല്ലാവരും ആകട്ടെ. അതിപ്പോൾ ഞാൻ പാർട്ടിക്കാരെ മാത്രമല്ല ആഹ്വാനം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ജയിച്ചത് എന്ന് നമുക്ക് വിലയിരുത്താം. എന്തുകൊണ്ടാണ് തോറ്റതെന്ന് മാത്രമേ അവരൊക്കെ അന്വേഷിക്കാവൂ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് NDA മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. വികസനത്തിന്റെ ആദ്യഘട്ടം നാട്ടിക മണ്ഡലത്തിൽ മിനി ഫിഷിംഗ് ഹാർബർ സ്ഥാപിക്കുമെന്നും കേരളത്തിൽ എയിംസ് കൊണ്ടുവരാൻ പരിശ്രമിക്കുമെന്നും റെയിൽവേ വികസനത്തിന് വേണ്ടി സർക്കാർ ഭൂമി ഏറ്റെടുക്കലിന് തയ്യാറായാൽ അതിവേഗം റെയിൽവേ വികസനം സാധ്യമാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സ്വീകരണ ചടങ്ങിൽ തൃശൂർ ജില്ലാ ഉപാധ്യക്ഷൻ സുജയ് സേനൻ അധ്യക്ഷനായി. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ജസ്റ്റിൻ ജേക്കബ്, KP അനീഷ്, V ഉണ്ണികൃഷ്ണൻ, KS ധനീഷ്, സുധീർ വാഘ, സുധീഷ് മേനോത്തുപറമ്പിൽ, സർജു തൊയ്ക്കാവ്, സുജിത് പാങ്ങാരിക്കൽ, പ്രവീൺ പറങ്ങനാട്ട്, ബിജു പാലുവായി, മനോജ് മാനിന, സന്തോഷ് പണിക്കശ്ശേരി, MR വിശ്വൻ, ശ്രീകണ്ഠൻ, പ്രേമൻ നമ്പിയത്ത് എന്നിവർ പങ്കെടുത്തു.
ഈ ബാക്കി ട്രെയിനുകളിൽ ഏതൊക്കെ നിർത്താമെന്ന് ചോദിച്ചാൽ ഒരു ട്രെയിൻ നിർത്തണമെങ്കിൽ ബാക്കി 10 ട്രെയിനിന്റെ സമയ ക്രമീകരണം എന്ന് പറയുന്നതാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ദുർഘടം പിടിച്ച അവസ്ഥ വരുന്നത്. അത് ബഹുമാന്യനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വകുപ്പ് മന്ത്രിയോട് നിർദ്ദേശിച്ച് റവന്യൂ മന്ത്രി തൃശ്ശൂർക്കാരനാണ് അദ്ദേഹത്തോട് പറഞ്ഞ് ഇത് നമ്മുടെ ഒരു ശാശ്വതമായ ജനങ്ങളുടെ യാത്രാ ക്ലേശ പരിഹാരമാകും എന്ന് തോന്നുമെങ്കിൽ, തോന്നാനൊന്നുമില്ല, അതാണ് ആവശ്യം, കൈക്കൊണ്ടാൽ മേൽ നടപടികൾ 1-2 ലൈൻ കൊണ്ടുവരുന്നതിലേക്ക് ശ്രമിച്ചാൽ ഇനി നമുക്ക് കേന്ദ്ര റെയിൽവേയുടെ ഓരോ ബഡ്ജറ്റും കഴിയുമ്പം ഈ ചാനലിൽ വന്നിരുന്ന ചർച്ചയ്ക്കാതെ നേടാനുമുള്ള അവസ്ഥയുണ്ടാകും. ഒന്നുമൊന്നും ഇമ്മിണി വലിയ ഒന്നെന്ന് കണ്ടെത്തി ഒരുമയുടെ വലിപ്പം ലോകത്തോട് പറഞ്ഞ ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മ ദിനത്തിൽ കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മഹാകവി കുമാരനാശാൻ സ്മാരക ഗവേഷണ ലൈബ്രറിയും നാട്ടുകാരും ചേർന്ന് വായനയുടെ പുതുമയുള്ള ലോകം കണ്ടെത്തുന്നു. 1,00,000 പേജ് വായന എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് ഇമ്മിണി വലിയ വായനയുടെ ഉദ്ഘാടനം കുട്ടികളും അധ്യാപകരും എഴുത്തുകാരും രക്ഷിതാക്കളും നാട്ടുകാരും ചേർന്ന് പുസ്തകം വായിച്ചുകൊണ്ട് നിർവഹിച്ചു. വായന കൊണ്ടേ ലോകം മാറിയിട്ടുള്ളൂ എന്ന തിരിച്ചറിവ് ജനസഹസ്രങ്ങളിലേക്ക് എത്തിക്കലാണ് 1,00,000 പേജ് വായനയുടെ പ്രധാന ലക്ഷ്യം. ഒപ്പം വായന വിട്ടുപോയ നിരവധി പേരെ വീണ്ടും വായനയുടെ ലോകത്തേക്ക് എത്തിക്കുക, മൊബൈൽ ഫോണുകൾക്ക് കുറച്ച് വിശ്രമം നൽകുക എന്നിവയും ഈ നിശബ്ദ വിപ്ലവത്തിന്റെ ലക്ഷ്യങ്ങളാണ്. വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, ജോലിയിൽ നിന്ന് വിരമിച്ച ജീവനക്കാർ, വായനശാലയുടെ പ്രവർത്തകർ, സാഹിത്യകാരന്മാർ, പൊതുജനങ്ങൾ എന്നിങ്ങനെ സമൂഹത്തിന്റെ സമസ്ത മേഖലയിലുമുള്ളവർക്ക് 1,00,000 പേജ് വായനയുടെ ഭാഗമാകും എന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങുകൾക്ക് ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, കഴിമ്പ്രം ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ബീന ടി രാജൻ, PTA പ്രസിഡന്റ് രമേശ് പള്ളത്ത്, PTA എക്സിക്യൂട്ടീവ് അംഗം KS സജിൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ചിദംബരൻ മാസ്റ്റർ, കഥാകൃത്ത് സുനിൽ വേളേക്കാട്ട്, VC ദിലീപ്, അധ്യാപകരായ പ്രസാദ്, സിന്ധു, കാവ്യ, സിനി എന്നിവർ നേതൃത്വം നൽകി. നല്ല മനുഷ്യരും കൂടി വായിച്ചുകൊണ്ട് 1,00,000 പേജുകൾ വായിക്കുന്ന ഒരു വലിയ സംരംഭം നമ്മളിവിടെ ആരംഭിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യം, വായിക്കുവാനും അറിയാനും വളരുവാനുമുള്ള ഒരു വലിയ ഭാഗ്യം. കേരളത്തിലെ ഹയർ സെക്കൻഡറി തലത്തിലെ ഏറ്റവും വലിയ ഗവേഷണ ലൈബ്രറി ഉള്ള ഒരു സ്കൂള് കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളാണ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനത്തോടു കൂടി പറയാവുന്നതാണ്. പെണ്ണിന് തന്നെയാ പെറ്റുകുട്ടിയത്. അതും തങ്കക്കുടങ്ങളായ 3 എണ്ണത്തിനെയാ ലക്ഷ്മി പെറ്റത്. എന്റെ കെട്ടിയോ കൊച്ചുനാരായണന്റെ അമ്മ എന്റെ കുട്ടികളെ കൊന്നതാ, 3 എണ്ണത്തിനെയും കൊന്നതാ. പെൺകുട്ടികളെ വേണ്ടാന്ന് ഇവർക്ക്. എന്താ പെണ്ണിനെ പറ്റാല്, എന്താ പെണ്ണിനെ പറ്റാലെന്ന്. അമ്മേ, എന്റെ മുനിയപ്പ, എന്റെ ശ്രീകുറുമ്പേ. തളിക്കുളം പബ്ലിക് ലൈബ്രറി വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം നടത്തി. തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന അനുസ്മരണ ചടങ്ങ് ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. മലയാളികൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കഥയും നോവലും എഴുതി വായനക്കാരനെ ഒരു പുതിയ ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തിയ ഏറ്റവും ഉജ്ജ്വലനായ എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കാത്ത ആളുകൾ വളരെ കുറവാണ്. ഏറ്റവും ഹൃദ്യമായ രീതിയിൽ തൻ്റെ ജീവിതാനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ എല്ലാ സൃഷ്ടികളും അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ കഥയിലൂടെ, നോവലിലൂടെ എല്ലാം തന്നെ വായനക്കാരന് അനുഭവഭേദ്യമാവുന്ന രീതിയിൽ എഴുതിയ ഒരു സാഹിത്യകാരനായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ നമ്മുടെ മനസ്സുകളിൽ ഇന്ന് നടന്നു നിൽക്കുന്ന ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ. ലൈബ്രറി വൈസ് പ്രസിഡന്റ് N മദനമോഹനൻ അധ്യക്ഷനായി. ബാലവേദി മെന്റർ സരോജിനി ടീച്ചർ അനുസ്മരണ പ്രഭാഷണം നടത്തി. തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക A അബ്സത്ത്, KJ പ്രേംകുമാർ, KL മനോഹിത്, ജോളി, സജു ഹരിദാസ്, ഗീത വിനോദൻ, AK വാസൻ, TU സുഭാഷ് ചന്ദ്രൻ, ശശി വല്ലത്ത്, പ്രിയ പത്മരാജ്, വാസൻ കോഴിപ്പറമ്പിൽ, ഗഫൂർ തളിക്കുളം എന്നിവർ സംസാരിച്ചു.
എടമുട്ടം പഴച്ചോട് മുരിയാന്തോട് ബീച്ച് റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി മാർച്ചും തുടർന്ന് ധർണയും നടത്തി. വലപ്പാട് മീൻചന്ത പരിസരത്ത് നിന്ന് ആരംഭിച്ച് വലപ്പാട് പഞ്ചായത്ത് ഓഫീസിൽ സമാപിച്ചു. ധർണ BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി ഉദ്ഘാടനം ചെയ്തു. ഒരു പൗരന്റെ മൗലിക അവകാശമാണ് റൈറ്റ് ടു മൂവ് എന്നത്. എന്തായാലും അത് ഇന്ത്യ മുന്നണിയിൽപ്പെട്ട രണ്ട് കൂട്ടുകൂടി ഉണ്ടല്ലോ. ആ മുന്നണിയിലെ പ്രധാനപ്പെട്ട യെച്ചൂരിയുടെ പ്രധാനപ്പെട്ട ആളുകളാണല്ലോ ഭരിക്കുന്നത്. അങ്ങനെ മനുഷ്യർക്ക് സ്വച്ഛന്തമായി സഞ്ചരിക്കാനുള്ള അവകാശം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ലെങ്കിലും നിങ്ങൾ ഈ പ്രസിഡന്റ് കസേരയും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഈ പേരുകാരായതുകൊണ്ടൊക്കെയാണ് ബുദ്ധിമുട്ട്. രണ്ടുപേരുണ്ട്. അപ്പോ രണ്ടുപേരുള്ള വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഒരു പേരുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം ചേർന്ന് ഈ നാട്ടിലെ മുഴുവൻ റോഡുകളും തോടുകളാക്കി. BJP വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജു കൊട്ടുകൽ അധ്യക്ഷനായി. ധനീഷ് മടത്തിപ്പറമ്പിൽ, സേവ്യൻ പള്ളത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ ഷൈൻ നെടിയിരിപ്പിൽ, രശ്മി ഷിജോ, മണ്ഡലം വൈസ് പ്രസിഡന്റ് അരുണാഗിരി എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടൂർ സെന്റ് മേരീസ് LP സ്കൂളിൽ കാർഷിക ക്ലബിന്റെ ഉദ്ഘാടനവും ബഷീർ ദിനാനുസ്മരണവും നടന്നു. സ്കൂൾ മാനേജർ ഫാദർ ആൻഡോ ഉല്ലൂക്കാരൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക സീജ ജോസഫ് അധ്യക്ഷയായി. PTA പ്രസിഡന്റ് സിന്ധു അനിൽ, അധ്യാപകരായ നിമി വർഗീസ്, OS സിൽജി, നിമിഷ ശ്യാംരാജ് എന്നിവർ സംസാരിച്ചു. ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന ലക്ഷ്യത്തോടെ മുളക്, തക്കാളി, വഴുതന, ചീര, പയർ എന്നീ പച്ചക്കറി തൈകളാണ് ഗ്രോ ബാഗുകളിൽ നട്ടത്. സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ വ്യത്യസ്ത തരം മരങ്ങളുടെ പേരും ഉപയോഗവും കുട്ടികൾ എല്ലാവർക്കും പരിചയപ്പെടുത്തി. ബഷീർ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് ബഷീർ കഥാപാത്രങ്ങളായ സുഹറയെയും മജീദിനെയും വിദ്യാർത്ഥികളായ ഫാത്തിമ, അമ്രീനും സായി കൃഷ്ണയും അവതരിപ്പിച്ചു. നാട്ടിക പഞ്ചായത്ത് ലൈബ്രറി നേതൃസമിതി വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് നാട്ടിക ബീച്ച് ഗ്രാമീണ ഗ്രന്ഥശാലയിൽ വെച്ച് വി സാംബശിവൻ അനുസ്മരണ പ്രഭാഷണം സംഘടിപ്പിച്ചു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം KK രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് NK വിജയ്കുമാർ അധ്യക്ഷനായി. സിനിമാ ഗാനരചയിതാവും കവിയുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ വി സാംബശിവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. വിശ്വദർശന ഗ്രന്ഥശാല സെക്രട്ടറി KB പ്രദീപ് കുമാർ, നാട്ടിക പഞ്ചായത്ത് ലൈബ്രറി നേതൃത്വ സമിതി കൺവീനർ PV ദിലീപ് കുമാർ, വിശ്വദർശന ഗ്രന്ഥശാല ജോയിന്റ് സെക്രട്ടറി KK പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ഇടവേള. അർച്ചന സിൽക്സിൽ തകർപ്പൻ ആടി സെയിൽ. വിചിത്ര പ്ലെയിൻ സിൽക്ക് സാരി 195 രൂപ മാത്രം. ബ്ലൂമിംഗ് പ്ലെയിൻ സാരി 350 രൂപ മാത്രം. ചുരിദാർ മെറ്റീരിയൽ 245 രൂപ. റയോൺ 3 പീസ് സെറ്റ് 345 രൂപ. കോട്ടൺ നൈറ്റികൾ 99 മുതൽ. ടോപ്പുകൾ 100 രൂപ. ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 155 രൂപ മുതൽ. ജഗിങ്സ് 89 രൂപ മുതൽ. അജ്രക് കോട്ടൺ ടോപ്പുകൾ 250 രൂപ. ഗാർഡൻ ഷിഫോൺ സാരികൾ 195 രൂപ. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. അർച്ചന സിൽക്സിൽ ആടി തള്ളുപടി. ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ, ഓണം കെങ്കേമമാക്കൂ. തീരദേശത്തിന്റെ വസ്ത്രവിസ്മയം അർച്ചന സിൽക്സിൽ ആടി പെരുമഴ. മികവുറ്റ സ്റ്റാഫുകളുടെ ഹൃദ്യമായ സേവനം. പർച്ചേസ് ചെയ്യൂ അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ ആടി സെയിലിലൂടെ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കെയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കെയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർപ്പ് ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207 093681.
നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബികോം ഫിനാൻസ്, ബികോം കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള ബികോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ ബികോം ടാക്സേഷൻ, ബികോം കോഓപ്പറേഷൻ, ബികോം ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. താന്യം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും നടത്തി. കാർഷിക ക്ലിനിക് പ്രവർത്തനോദ്ഘാടനം താന്യം പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷയായി. കൃഷി ഓഫീസർ KR രൺദീപ് പദ്ധതി വിശദീകരണം നടത്തി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന അനിൽകുമാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് VM കാര്യം, കാർഷിക വികസന സമിതി അംഗം സുധീരൻ, CDS ചെയർപേഴ്സൺ സുജിത നിരേഷ്, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ V ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടെന്ന് പറഞ്ഞാൽ അവിടെ അതിനൊക്കെ വളരെ പരിമിതമായ രീതിയിലുള്ള വെള്ളം ഇപ്പം നമ്മൾ കേൾക്കുന്നതാണ് പലയിടത്തും ചെയ്യുന്നത്. വെള്ളം കിട്ടാൻ മാർഗമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ 4 മുളക് ചെടി വെക്കാൻ, 2 വെണ്ട വെക്കാൻ, അല്ലെങ്കിൽ 4 കയ്പ നിർത്തിയിടാൻ, അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലുള്ള വെള്ളം അവിടെ ചെലവ് വരുന്നുള്ളൂ. അത് നമ്മുടെ അടുക്കളയിൽ തന്നെ ആ രീതിയിൽ വരുന്ന വെള്ളങ്ങൾ തന്നെ നമുക്കത് പ്രയോജനപ്പെടുത്തി ആ ചെടിക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. പാഥേയം പരിപാടിയോടനുബന്ധിച്ച് SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ പൊതിച്ചോറുകൾ വിതരണം ചെയ്തു. NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ തൃപ്രയാറും തളിക്കുളത്തുമുള്ള അതിഥി തൊഴിലാളികൾക്കും തൃശൂർ റൗണ്ടിലുള്ള നിരാലംബർക്കും പൊതിച്ചോറുകൾ നൽകി. NSS പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, വാർഡ് മെമ്പർ CS മണികണ്ഠൻ, ശ്രീജിത്ത്, അധ്യാപകരായ KR രഘുരാമൻ, നവീൻ ഭാസ്കർ, PM അമർ എന്നിവർ പങ്കെടുത്തു. നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിലെ NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നമ്മൾ നാട്ടികയിലും തൃശ്ശൂർ ടൗണിലും അതിഥി തൊഴിലാളികൾക്ക് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ഭക്ഷണ കിറ്റ് വിതരണം ചെയ്യാനും
SH ഓഫ് മേരീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ 101ാം അധ്യാപക രക്ഷകർത്തൃ ദിനവും മെറിറ്റ് ഡേയും നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ ചിരിയങ്കണ്ടത്ത് അധ്യക്ഷനായ ചടങ്ങിൽ പ്രധാനാധ്യാപിക സിസ്റ്റർ ഐറിൻ ആന്റണി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. SSLC ഫുൾ A+ വിജയികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് സമ്മാനങ്ങൾ നൽകി. കണ്ടശാങ്കടവ് സെന്റ് മേരീസ് നേറ്റിവിറ്റി ഫൊറോന പള്ളി വികാരി ഫാദർ ജോസ് ചാലക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. SH ഓഫ് മേരീസ് കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ആത്മ CMC, വാർഡ് മെമ്പർ കവിത രാമചന്ദ്രൻ, അധ്യാപക പ്രതിനിധി ജിനു സൈമൺ, ലീന ജോസ്, സുമ വി പോൾ, വിദ്യാർത്ഥി പ്രതിനിധി PN ഫാത്തിമ ഷിറിൻ എന്നിവർ സംസാരിച്ചു. നേതൃത്വപരമായ പങ്ക് നിർവഹിക്കുന്ന ഒരു സ്കൂളാണ് ഇത് എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നല്ല മെച്ചപ്പെട്ട രീതിയിലുള്ള വിജയം നമുക്ക് ഈ സ്കൂളിൽ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്കെല്ലാം വളരെയധികം അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ SSLCക്ക് 100% വിജയം കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം. കുറച്ച് വർഷങ്ങളായി SSLC അതുപോലെ തന്നെ +2 രംഗത്ത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ വരുന്ന മുഴുവൻ സ്കൂളും, ഇപ്പോൾ മണലൂർ പഞ്ചായത്തിൽ തന്നെ 4 ഹൈസ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ മൊത്തം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ വരുന്ന മുഴുവൻ സ്കൂളും ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി താന്യം പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് OS അഷറഫ് അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ആൻഡോ തൊറയൻ, ICDS സൂപ്പർവൈസർ EM ഫാത്തിമ എന്നിവർ സംസാരിച്ചു. നമ്മൾ ഡോക്ടറുടെ ഒരു ക്യാമ്പ് വെച്ച് അതിൽ ഡോക്ടർമാരുടെ ചികിത്സിച്ച് എന്താണ് തങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ഡോക്ടർമാർ വിലയിരുത്തുകയും അതിനനുസരിച്ചുള്ള ഉപകരണങ്ങളാണ് ഓരോ വ്യക്തികൾക്കും നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഓരോ കുട്ടികളുടെ ആയാലും വലിയ ആളുകൾക്കായാലും എല്ലാവർക്കും ക്യാമ്പിൽ കൂടി എന്താണ് ആവശ്യം വെച്ചാൽ അതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ലീഡർ K കരുണാകരന്റെ ജന്മദിന വാർഷിക ദിനാചരണം നടത്തി. പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിൽ നടന്ന യോഗം നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷനായി. രാമൻ നമ്പൂതിരി, സിദ്ദീഖ് കർപ്പം വീട്ടിൽ, ഷിഹാബ് താന്യം, ഉണ്ണികൃഷ്ണൻ മേനോത്ത് പറമ്പിൽ, MS പ്രദീപ്, റിജു കണക്കന്തറ എന്നിവർ സംസാരിച്ചു. മണലൂർ സെന്റ് തെരേസസ് UP സ്കൂളിൽ ബഷീർ ദിനാചരണം നടത്തി. പ്രധാനാധ്യാപിക സിസ്റ്റർ വിന്നി അധ്യക്ഷയായി. അധ്യാപിക TL LC സംസാരിച്ചു. 14 ബഷീർ കൃതികളുടെ കഥാപാത്ര ചിത്രീകരണം കുട്ടികൾ ആവിഷ്കരിച്ചു. പശ്ചാത്തലമാണ് ബഷീറിന്റെ ഈ നോവല്. ആനകളിലൂടെ തുടങ്ങുന്ന കഥ ആനമോഷണത്തിന്റെ നാടകീയ രംഗങ്ങളിലേക്കാണ് എത്തുന്നത്. ഞാനൊന്നും എഴുതുമായിരുന്നില്ല. അത്തരം ചില തൊഴിലവസരങ്ങൾ നമുക്ക് വേണ്ടേ വേണ്ട. കൊച്ചു നീരാങ്ങനെ കത്താൻ മാത്രം വലുതായിട്ടുണ്ടോ? മുതിർന്ന BJP പ്രവർത്തകൻ വാടനപ്പള്ളി ഗണേശമംഗലം ഇത്തിക്കാട്ട് IS കുമാരൻ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ഭാര്യ പരേതയായ സുമതി, മക്കൾ മല്ലിക, ബിന്ദുസാരൻ, അജിത് കുമാർ, റീന, ഗോപിനാഥൻ, ബീന, മരുമക്കൾ ബാലൻ, സൂരജ, സിബി, ശിശുപാലൻ, വിജിത, ബിനീഷ്. മണലൂർ ബാങ്ക് സെന്ററിൽ താമസിക്കുന്ന കളത്തിൽ വേലായുധന്റെ മകൻ കൊച്ചുമോൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 8 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും. മണലൂർ സ്വദേശി എടാട്ടുകാരൻ മത്തായി മകൻ ലോനച്ചൻ അന്തരിച്ചു. 95 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 മണി മണലൂർ സെയിന്റ് ഇഗ്നേഷ്യസ് ദേവാലയ സെമിത്തേരിയിൽ വെച്ച് നടത്തും. ഭാര്യ റോസി, ലീലാമ്മ, പരേതനായ ഡോക്ടർ ടോണി, ലാലി, ലിജി എന്നിവർ മക്കളാണ്. മരുമക്കൾ സേവ്യർ, മെയ്മോൾ, ഇഗ്നേഷ്യസ്, ജോയ്. പ്രധാന വാർത്തകൾ വീണ്ടും. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം തീരദേശത്തെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഉജ്ജ്വല സ്വീകരണം.
വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനം വിവിധ സംഘടനകളും സ്കൂളുകളും വിപുലമായി ആഘോഷിച്ചു. താന്യം പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും നടത്തി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.